കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയാണ്. ആ ഔദ്യോഗിക പരിപാടിയിൽ എന്തൊക്കെ രൂപത്തിലാണ് ചടങ്ങ് നടത്തേണ്ടത് എന്ന് സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സ്വാഭാവികമായി നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ദേശീയ ഗാനം നമുക്ക് പാടാം. അതിനപ്പുറം സാധാരണഗതിയിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഈശ്വര പ്രാർത്ഥന വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു പ്രത്യേക ഒരു RSSന്റെ ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഗാനം ഇന്ത്യൻ റെയിൽവേ പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കുട്ടികളെ കൊണ്ടുവന്ന് പാടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും ഈ പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ളവർ ആയിരിക്കില്ല. അവരെ കൊണ്ട് നിർബന്ധിച്ചാണ് പാടിപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിവരം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഇത് ഒരു കുറച്ച് അഹങ്കാരത്തിന്റെയും വികാരത്തിന്റെയും ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യമാണ്. വർഗീയതയും അതേപോലെ തന്നെ മതേതരത്വത്തിനുമൊക്കെ തന്നെ അപകടം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഗൗരവമുള്ള വിഷയമാണ് റെയിൽവേ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഇനിയിപ്പോ വേറൊരു ചടങ്ങുണ്ട്. ഇപ്പൊ ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന രക്തസാക്ഷി മണ്ഡപം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ബലികുടീരങ്ങളെ എന്നുള്ള പാട്ടാണ് അന്ന് അവതരിപ്പിച്ചത്. അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയിൽ അവതരിപ്പിച്ച പാട്ടാണ്. എഴുതിയത് വയലാറാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്നിപ്പം ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാടിയ പാട്ട് എല്ലാ സ്ഥലത്തും പാടാമല്ലോ. അതെല്ലാവരും ഇത്രയൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റും അന്ന് അംഗീകാരം കൊടുത്തതിന് ശേഷമായിരിക്കുമല്ലോ ഈ പാട്ട് പ്രസിഡന്റ് ചടങ്ങിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതൊന്നും ആരും ഇവിടെ പാടുന്നില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.